ഗായകനും സംഗീത സംവിധായകനുമായ കെ.ജി. ജയൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. നടൻ മനോജ് കെ ജയന്റെ പിതാവാണ്. തൃപ്പൂണിത്തുറയിലെ വീട്ടിലായിരുന്നു അന്ത്യം. ഭക്തിഗാനങ്ങളിലൂടെയും ചലച്ചിത്ര ഗാനങ്ങളിലൂടെയും വിഖ്യാതരായ ജെ വിജയന്മാരിലെ ജയനാണ് ഇപ്പോൾ വിടവാങ്ങിയത്. ഇരട്ട സഹോദരനായിരുന്ന കെ.ജി. ജയൻ 1988 മരണപ്പെട്ടിരുന്നു. സംഗീത ലോകത്ത് തന്റേതായ സ്വരമുദ്ര പതിപ്പിച്ച പത്മശ്രീ ജയൻ ഗാനസഭയിലേക്ക് 69 വർഷങ്ങൾ പൂർത്തിയായിരിക്കുന്നു. കഴിഞ്ഞ വർഷമാണ് ജയന്റെ നവതി ആഘോഷം നടന്നത്. സംഗീതം ജീവിതമാക്കിയ ജയൻ കർണാടക സംഗീത ലോകത്തു മാത്രമല്ല, ചലച്ചിത്ര ഗാനങ്ങളിലും ഭക്തിഗാന രംഗത്തും സ്വന്തം ശൈലിക്ക് പ്രതിഷ്ഠയായി. കോട്ടയത്ത് നാഗമ്പടത്ത് മീനച്ചലാറിന്റെ തീരത്തുള്ള കടമ്പോന്ത്ര മഠത്തിലാണ് ഗോപാലൻ തന്ത്രിയുടെയും നാരായണിയമ്മയുടെയും മക്കളായ ജയ വിജയന്മാരുടെ ജനനം. ഇരട്ടക്കുട്ടികളുടെ സംഗീതവാസന മനസ്സിലാക്കി ഗുരുദേവ ശിഷ്യനായ അച്ഛൻ ഗോപാലൻ തന്ത്രിയാണ് 6ാം വയസ്സിൽ പാട്ട് പഠിപ്പിക്കാൻ രാമൻ ഭാഗവതരുടെ അടുത്ത് അയച്ചത്. പിന്നീട് മാവേലിക്കര രാധാകൃഷ്ണ അയ്യരും ആലത്തൂർ ബ്രദേഴ്സും ഗുരുക്കന്മാരായി. സ്വാതി തിരുനാൾ സംഗീത അക്കാദമിയിൽ നിന്ന് ഗാനഭൂഷണം പാസായി. മഹാഗുരുക്കളായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കീഴിൽ 18 വർഷവും ഡോക്ടർ ബാലമുരളി കൃഷ്ണയുടെ കീഴിൽ 6 വർഷവും സംഗീത സപര്യ നടത്തി. 1988 ഇരട്ട സഹോദരനായ കെ.ജി. വിജയന്റെ അകാല മരണം ജയനെ തളർത്തിയെങ്കിലും അയ്യപ്പ ഗാനങ്ങളിലൂടെ ജയൻ ആ ദുഃഖം മറന്നു പാടി. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ജയനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അയ്യപ്പ ഗാന മികവിന് ഹരിവരാസന പുരസ്കാരം നൽകി ആദരിച്ചു. സംഗീത നാടക അക്കാദമി അവാർഡും ലഭിച്ചു. ശബരിമലയിലെ മകരവിളക്കിന് അയ്യപ്പനെ തങ്ക അങ്കി അണിയിച്ച് ദീപാരാധന നടത്തും മുമ്പ് ജയന്റെ അയ്യപ്പ ഗാനാലാപനം അരങ്ങേറിയത് വർഷങ്ങളോളമായിരുന്നു. ഒരിക്കൽ ജയൻ പറഞ്ഞത്, 42 വർഷങ്ങൾ ഞാനും അനിയനും തുടർച്ചയായി സന്നിധാനത്ത് പാടിയിട്ടുണ്ട്. തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്ത് എത്തുമ്പോൾ പാട്ട് തുടങ്ങും. ഞങ്ങളുടെ പാട്ട് കഴിഞ്ഞ് മകരവിളക്ക് ദിവസം നട തുറക്കുള്ളൂ. 1950കളിൽ എപ്പോഴോ ശബരിമലയ്ക്ക് പോയപ്പോഴാണ് മനസ്സിൽ അയ്യപ്പനെ ദർശിച്ച് ജയൻ കൊടിമര ചുവട്ടിലിരുന്ന് ആദ്യമായി പാടിയത്. ചെമ്പൈ സ്വാമിക്കൊപ്പം മല ചവിട്ടാനും ഭാഗ്യമുണ്ടായി. HMV ഗ്രാമഫോൺ റെക്കോർഡിനു വേണ്ടി ജയ വിജയന്മാർ ആദ്യമായി ഈണമിട്ട ഇഷ്ടദൈവമേ സ്വാമി ശരണമയ്യപ്പ എന്ന പി ലീലയുടെ പാട്ട് ആദ്യമായി ഒരു സ്ത്രീ ആലപിച്ച അയ്യപ്പ ഭക്തിഗാനമായി. യേശുദാസിന്റെ ആദ്യ ഭക്തിഗാനമായ ദർശനം പുണ്യദർശനം, ശ്രീകോവിൽ നട തുറന്നു, എല്ലാമെല്ലാം അയ്യപ്പൻ, ശ്രീ ശബരീശ ദീനദയാലോ, 18 പടിയേറി, നല്ലത് വരുത്തുക, വണ്ടിപ്പെരിയാറും മേടും നടപ്പാതയാക്കി തുടങ്ങിയ അയ്യപ്പ ഭക്തിഗാനങ്ങളുടെ നിര നീളുകയാണ്. രാജ്യത്തിന് അകത്തും പുറത്തുമായി ആയിരക്കണക്കിന് വേദികളിൽ കച്ചേരികൾ നടത്തി. യേശുദാസ്, SP ബാലസുബ്രഹ്മണ്യം, സീർക്കാഴി ഗോവിന്ദരാജൻ, TM സൗന്ദരരാജൻ, S ജാനകി, P സുശീല, വാണി ജയറാം തുടങ്ങിയ സംഗീത പ്രതിഭകളെ കൊണ്ട് പാടിക്കാൻ ജയന് കഴിഞ്ഞു. മലയാളത്തിൽ 19ഉം തമിഴിൽ 4 സിനിമകൾക്ക് ഈണം നൽകി. ഭൂമിയിലെ മാലാഖയായിരുന്നു ആദ്യ ചിത്രം. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, ഹൃദയം ദേവാലയം തുടങ്ങിയവ ഇന്നും ഗാനാസ്വാദകരുടെ ഇഷ്ടഗീതങ്ങളിൽ പെടുന്നവയാണ്. S രമേശൻ നായർ എഴുതി ജയൻ ഇണമിട്ട തരങ്കിണിയുടെ മയിൽപീലി കാസറ്റിലെ രാധതൻ പ്രേമത്തോടാണോ, ഉരുപിടി അവിലുമായി, ചന്ദന ചർച്ചിത, അണിവാകച്ചാർത്തിൽ, ചെമ്പയ്ക്കുനാദം നിലച്ചപ്പോൾ തുടങ്ങിയവ ഇന്നും കൃഷ്ണ ഭക്തിരസം തുളമ്പുന്ന അനശ്വര ഗാനങ്ങളാണ്. കെ.ജി. ജയന്റെ ഭാര്യ പരേതയായ സരോജിനി അധ്യാപികയായിരുന്നു. മനോജ് കെ ജയനും ബിജു കെ ജയനുമാണ് മക്കൾ.
സ്വരൂപം